ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റുമായിട്ടാണ്. നമ്മുടെ ബീട്രൂട്ടും ഇച്ചിരി ആട്ടപ്പൊടിയും കൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റിൽ അടിപൊളിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഈസി ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് നമ്മുടെ സാധാ ആട്ടപ്പൊടി ഇല്ലേ, അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന ആട്ടപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബീട്രൂട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് രണ്ടുമാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ ആട്ടപ്പൊടി ഇതിനകത്തേക്ക് ഇട്ടു. ഇനി ആട്ടപ്പൊടി നമ്മുടെ പാത്രത്തിനകത്തേക്ക് ഇട്ടത് ഞാൻ ഈ 240 മില്ലി ഈ 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് എടുത്തിട്ടുള്ളൂ. ഇനി ഞാൻ ഈ ബീട്രൂട്ട് നല്ലപോലെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് മിക്സിയുടെ ജാറിനകത്തിട്ട് ഒന്ന് അരച്ചെടുത്തുകൊണ്ടിരാവേ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഗോതമ്പ് പൊടിക്കകത്തേക്ക് ആട്ടപ്പൊടിക്കകത്തേക്ക് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഗോതമ്പിന് ഒത്തിരി ഉപ്പ് വേണ്ട, അതുകൊണ്ട് നോക്കിയിട്ടിട്ട് കൊടുത്താൽ മതി. ഇനി നമ്മളിതേ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ബീട്രൂട്ടിൻ്റെ ഈ അരപ്പ് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണ്. നമ്മുടെ ഈ പൊടിക്കകത്തേക്ക് ഉപ്പ് നല്ലപോലെ ഇളക്കിയിട്ട് ഇത് മിക്സിയുടെ ജാറിന് നല്ലപോലെ അരച്ചത് വേണം ഇട്ട് കൊടുക്കാൻ. ബീട്രൂട്ട് എന്ന് പറയുമ്പോൾ ഒത്തിരി നാരുകളും ഫൈബർ കണ്ടൻറ്റും ആൻറ്റി ഓക്സിഡൻറ്റുകളും ഒക്കെ ഒത്തിരി അടങ്ങിയേക്കുന്നു. അപ്പോൾ ഇതിങ്ങനെ കഴിക്കാനൊക്കെ ആയിട്ട് നമ്മൾ പിള്ളേർക്ക് തോരൻ വെച്ച് കൊടുത്താൽ കഴിക്കാൻ മടിയുള്ള പിള്ളേർക്കോ അല്ലെങ്കിൽ നമുക്കാണെങ്കിൽ അങ്ങനെ കഴിക്കാനുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി കഴിക്കാം. ഇത് ചപ്പാത്തിയുടെ കൂടെ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം. ഇനിയിപ്പോൾ നല്ലപോലെ നമ്മൾ ഇതിനകത്തിട്ട് നമ്മുടെ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന പോലെ തന്നെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാവേ. ഒട്ടും ഇതിനകത്ത് തരിയൊന്നും കാണരുത്. നമ്മൾ ഈ ബീട്രൂട്ട് അരച്ചെടുക്കുമ്പോൾ നല്ല ഫൈനായിട്ട് നമ്മൾ അരച്ചെടുക്കണം. ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങനെ ഇതുണ്ടോ, ഇത് കുഴച്ച് ഇച്ചിരി വെള്ളം കൂടുതലാണെന്ന് തോന്നുന്നു. നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ പരുവത്തി വേണം നമുക്ക് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇച്ചിരി വെള്ളം കൂടുതലാണെന്നോ അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി ലൂസാന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് സ്വല്പം പൊടിയും കൂടി ഇട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള മാവ് നമ്മളൊരു 3/4 ഒന്ന് കുഴച്ചു. നമുക്കതിനകത്തേക്ക് ഒരു സ്പൂണ് നെയ്യും കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് വേണ്ടവർക്ക് നെയ്യ് ഒഴിക്കാം, വെളിച്ചെണ്ണ വേണ്ടിയവർക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനിയിപ്പം ഇത് രണ്ടുമല്ല, ഓയിൽ വേണ്ടിയവർക്ക് ഓയിൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്കിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരു 1/2 സ്പൂണ് നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ മാവ് നല്ലപോലെ ഒന്ന് ഇതിപ്പോൾ നമുക്കിങ്ങനെ കയ്യിലിട്ട് ഉരുട്ടുമ്പോൾ ഇതുണ്ടോ, ഇതിങ്ങനെ പിടിക്കരുത് കയ്യിൽ. ഇതുണ്ടോ, ഇങ്ങനെ നമുക്ക് നല്ലപോലെ ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കണം. ചെറിയ ചെറിയ ഉരുളകളാക്കി ഇങ്ങനെ ഉരുട്ടിയെടുക്കണം. ഈ ഒരു പരുവത്തിന് വേണം നമുക്ക് നമ്മുടെ മാവ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ നല്ലപോലെ നമ്മുടെ മാവ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. വെക്കണോ നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ വെക്കാം, ഇല്ലെങ്കിൽ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ മാവ് കുഴച്ച് വെച്ചിട്ട് ഇനിയിപ്പോൾ നമുക്കിതിനകത്തുനിന്ന് ഇതുണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഓരോ ചെറിയ ചെറിയ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കി എടുത്ത് നമുക്കിതിങ്ങനെ കൈ വെച്ച് ഇങ്ങനെ നല്ലപോലെ ഇതുണ്ടോ ഇങ്ങനെ പൊട്ടിപ്പോകാത്ത രീതിക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ബോൾസ് ആക്കി. ഇതുകൊണ്ട് കയ്യിലൊന്നും പിടിക്കുന്നില്ല. ഇനി വേണമെങ്കിൽ ഇച്ചിരി എണ്ണ തൂത്തേച്ച് വേണമെങ്കിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കി മൊത്തം ഒന്ന് ഉരുട്ടിയെടുക്കാവേ. അപ്പോൾ അങ്ങനെ നമ്മുടെ ബോൾസ് എല്ലാം നമ്മളിത് നല്ല പിടിക്കൊക്കെ വിട്ട് നല്ല കുഞ്ഞായിട്ട് ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് അപ്പച്ചപ്പിൻ്റെ തട്ടയെ വെച്ച് ആവിക്കൊന്ന് പുഴുങ്ങിയെടുക്കാവേ. ഞാനിത് വെള്ളം തീയെ വെച്ചിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് നമ്മൾ സാധാരണ നമ്മൾ ഈ കൊഴുക്കട്ടയൊക്കെ പുഴുങ്ങിയെടുക്കുകയല്ലേ എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഇട്ട് ഇതൊരു 10-15 മിനിറ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇത് ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. പിന്നെ ഉരുട്ടിക്കൊണ്ടിരിക്കാനൊക്കെ ഇച്ചിരി താമസം ഉണ്ടെന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് കൊഴുക്കട്ട ഇവിടെ ഇരുന്നൊന്ന് ഇതൊന്ന് വേകട്ടെ കേട്ടോ. നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാമേ. അപ്പോൾ അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് കൊഴുക്കട്ട നല്ല റെഡി ആയിട്ടുണ്ട്, നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് വാങ്ങി ഒരു പാത്രത്തിലേക്ക് എടുത്ത് നോക്കാം. ഈ ഒരു കളറേ ഉള്ളൂ, നമ്മൾ കളറൊന്നും ചേർക്കാത്തത്. നമുക്ക് ഇത് കൂടുതൽ കളർ കിട്ടിയിട്ടില്ല കേട്ടോ. ബീട്രൂട്ടിൻ്റെ കളറ് ഈ ഒരു കളറാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാനായിട്ട് നമ്മുടെ ബീട്രൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാനായിട്ട് നമ്മൾ ഒരു പാൻ അടുപ്പ് വെച്ച് ഞാൻ അതിനകത്തേക്ക് 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനി നമ്മളതിനകത്തേക്ക്
ഒരു 1/4 സ്പൂണ് കടുക് ഇട്ട് കൊടുത്തു. നമ്മുടെ കടുക് പൊട്ടിയപ്പോഴത്തേക്ക് നമ്മളിതേ ഒരു കൈ കുഞ്ഞുള്ളി, ഇതേ ഒരു 5 കുഞ്ഞുള്ളി ആയിരിക്കും നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. ഇത് നമ്മുടെ കുഞ്ഞുള്ളി ആ കടുകും എല്ലാം കൂടെ നന്നായിട്ട് മൂപ്പിച്ച് ഇനി നമ്മൾ ഒരു ചെറിയ ഗോൾഡൻ കളറാകണം ഈ ഉള്ളി മൂപ്പിച്ച്. ഇനി നമ്മളതിനകത്തേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. നല്ലപോലെ ആ കറിവേപ്പിലയും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മൾ പിന്നെ ഒരു അരമുറി തേങ്ങ നമ്മൾ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ തേങ്ങായും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. അതുകൊണ്ട് ആ ഉള്ളി, ആ തേങ്ങായും കറിവേപ്പിലയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് എണ്ണയ്ക്കകത്ത് കിടന്നൊന്ന് മൂക്കണം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബീട്രൂട്ട് കൊഴുക്കട്ട നമ്മൾ ഇതിനകത്തേക്ക് ഇതുകൊണ്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ വാങ്ങി വെച്ച് തണുപ്പിച്ച് എടുത്ത് വെച്ച് വാങ്ങി തണുപ്പിച്ച് വെച്ചിരുന്ന നമ്മുടെ ഇതുകൊണ്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. ഇനി ആ എണ്ണയും തേങ്ങായും ഇതെല്ലാം കൂടെ കൂടി ഒരു 2 മിനിറ്റ് നമുക്ക് ഇതിനകത്തിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഇതുണ്ട് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്, ഹെൽത്തി ആൻഡ് ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്കിത് ഇനി എല്ലാം എന്താണല്ലോ, നമുക്കിനിയിപ്പോൾ പ്രത്യേകിച്ച് ഇത് വേകേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്കിത് വാങ്ങി വെക്കാവേ. ഇതേ അങ്ങനെ നമ്മുടെ സൂപ്പർ ഹെൽത്തി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്. നോക്കിയാൽ കാണാൻ തന്നെ എന്നാ ഒരു ഭംഗിയാന്ന് നോക്കിയാൽ, നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ, താങ്ക് യു.